സംതൃപ്തി അടയുവാൻ വകയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്ന ആ ജീവന്റെ വഴി ഏതെല്ലാം രീതിയിൽ തന്റെ ജീവിതത്തിൽ, അത് തൊടുകുറിയായിട്ട് ചില കാര്യങ്ങൾ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിന്മേൽ അല്ലെങ്കിൽ ദാവീദിന്റേതായ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചില വ്യക്തികളെ നമുക്ക് എടുത്തു കാണിച്ച് അല്പസമയം ദൈവവചനത്തിൽ ധ്യാനിച്ച ശേഷമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ആലോചനകൾക്കായിട്ട് സമയത്തെ വേർതിരിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 32 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം. എന്റെ പശ്ചാത്തലം ഒന്നും കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 32 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം അശക്തനായ ഒരു ബാലനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട്. പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തെ, വ്യക്തിയെയല്ല, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം അശക്തനായ അല്ലെങ്കിൽ ഒരു ബാലനായ വ്യക്തിയെ, വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ കായിക ബലം കുറഞ്ഞ വ്യക്തി, തനിക്ക് വളരെയധികം പ്രത്യേകതകൾ പറയുന്നു, സുനേത്രനാണ്, കോമളരൂപനാണ്, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ പറയുന്നു. എന്നാൽ മനുഷ്യൻ, പുറമേ ഉള്ള മനുഷ്യന്റെ നോട്ടത്തില് തനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, അഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെയൊക്കെയുള്ള താൻ ആടുകളെ മേയ്ക്കുന്നു, അത് മാത്രമാണ് തന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്നാൽ തന്നിലൊരു ദൈവകൃപയുണ്ടായി. ആ ദൈവകൃപയാൽ താൻ പറയുകയാണ്, ശൗല് തന്നെ പടച്ചൊട്ടയൊക്കെ അണിയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ തനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് താൻ അതൊക്കെ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് 26-ാം വാക്യത്തില് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നത്, അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിന്റെ നിന്ദയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആരെന്ന് ചോദിച്ചുകൊണ്ടാ തന്നെ എന്ന് പറഞ്ഞാൽ തനിക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു എരിവുണ്ടായിരുന്നു. ആ എരിവ് തന്റെ ജീവിതത്തിന്മേൽ വന്നപ്പോൾ താൻ ചോദിക്കുകയാണ്, ഈ അഗ്രചർമ്മി, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ തക്കൊണ്ട് ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആരെന്ന് പറഞ്ഞിട്ട് തന്റെ ഉള്ളിൽ പകർന്നതായ ആത്മചൈതന്യം, ആത്മ അഭിഷേകം അവിടേതായ നുകത്തെ തകർത്തുവാൻ തക്കോണം പര്യാപ്തമായി തീർന്നിട്ട് താൻ ഇപ്രകാരം പറയുകയാണ്. 32-ാം വാക്യത്തില് താൻ രാജാവിനോടാ പറയുന്നത്, ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞ് അതേ ഒരു ധൈര്യം പകരുവാനുള്ളതായ പ്രത്യേക കൃപ തനിക്ക് ലഭിപ്പാനിടയായി തീർന്നു. താൻ പറയുകയാണ്, രാജാവ് പടനയിക്കുന്നവനാണ്, രാജ്യത്തെ നയിക്കുന്നവനാണ്, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ അനുഭവ പരിചയമുണ്ട്, എന്നാൽ എനിക്ക് അതൊന്നുമില്ല. പിന്നെയോ ഞാൻ അപ്പോ അവനെ കണ്ടപ്പോൾ അവനെ വില കുറച്ച് കാണുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. എന്നാല് വില കുറച്ച് പറയാണ്, നീ ബാലനാണ്. ഫിലിസ്തീനാണെങ്കിൽ അവന്റെ ക്വാളിഫിക്കേഷൻ പറയാണ്, അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. എന്നാൽ തന്റെ അനുഭവം, ദൈവവും അവനുമായിട്ടുള്ള, ദാവീദുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവം താൻ അങ്ങോട്ട് പങ്കുവെക്കുകയാണ്. അതേ, ഒരു പ്രസംഗത്തെ മറ്റൊരു പ്രസംഗം കൊണ്ട് ഖണ്ഡിക്കാം, ഒരാശയത്തെ മറ്റൊരാശയം കൊണ്ട് ഖണ്ഡിക്കാം, എന്ന അനുഭവത്തെ ആർക്കും ഖണ്ഡിപ്പാൻ തക്കണം സാധിക്കില്ല. താൻ പറയുകയാണ്, ഞാൻ ഏകാന്തതയുടേതായ തടവറയിലായിരുന്നപ്പോൾ, ഞാൻ ഒരിക്കൽ എന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ, എന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും എന്നോടൊപ്പം ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ഒരു സിംഹം വന്നു എന്റെ ആടിനെ പിടിപ്പാൻ, ഒരിക്കലൊരു കരടി വന്നു. എന്നാൽ ഞാൻ അവയെ പിടിച്ചിട്ട് എന്റെ ജീവനെ ഞാൻ വിലയേറിയതായിട്ട് കണ്ടില്ല. ഈ വന്നതായ ശത്രുജീവികളെ ഞാൻ പിടിച്ചിട്ട് അവയുടെ നടുവിൽ നിന്ന് ഞാൻ ആടിനെ രക്ഷിപ്പാനിടയായി തീർന്നു. ആടിനെ രക്ഷിച്ചിട്ട് അവയെ വിടുവിച്ചു. അത് എന്റെ നേരെയും വന്നു, എന്നാൽ ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു. ഇങ്ങനെ സിംഹത്തെയും കരടിയെയും കൊന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്ക് ബലമുണ്ട്. ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനെയും ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിക്കുന്നത് കൊണ്ട് അവനെയും ആ മൃഗങ്ങളിലൊന്നിനെ പോലെ താൻ ഫെലിസ്തീനല്ല വില കൊടുത്തത്. അതേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്മേല് ഈ ദാവീദിന്റെ അനുഭവത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് ഇന്ന് പകരം ഓർപ്പിച്ചുണർത്തുന്നത്, നമ്മുടെ ജീവിതത്തിന്മേൽ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും, പ്രതിസന്ധി എന്ത് തന്നെയാണെങ്കിലും, അതിന്റെ മധ്യത്തിൽ നാം പ്രതിസന്ധികളെ അതിജീവിപ്പാൻ പ്രാപ്തി തരുന്ന ദൈവത്തിന്റെ കൃപയെയും കരുതലിനെയും കുറിച്ച് നാം ഓർത്താൽ, ജീവനുള്ള ദൈവം എന്നുള്ളതായ ഒരു ധൈര്യം നാം ഏറ്റെടുത്താൽ, ഏത് പ്രതിസന്ധി ആയാലും, മരണകരമായ വിഷയമായാലും, രോഗത്തിന്റെ കാഠിന്യമായാലും, സാമ്പത്തിക തകർച്ചയുടേതായ ഏറ്റവും താഴെത്തട്ടിലേക്ക് നാം ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നാലും, അതിന്റെ എല്ലാം മധ്യത്തില് നമുക്ക് ജീവന്റെ വഴി കാണിച്ചു തരുവാൻ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ തന്റെ ദിവ്യശക്തി ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചാൽ, നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ, ഒരു കാലത്ത് ചിലപ്പോൾ നമുക്ക് അനുഭവങ്ങളുള്ളവരായിരിക്കാം, എന്നാൽ ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ ഇച്ചിരി മടുത്തോ മങ്ങീഭവിച്ചോ, എന്തോ ഇത്രയും ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ഒരു ഫലവുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യത്തിലാണോ നമുക്ക്
കടന്നു പോകുന്ന. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഉണർത്തുന്നു നമ്മെ വെട്ടിയെടുത്തതായ പാറയിലേക്ക്, നമ്മെ കുഴിച്ചെടുത്തായ ഖനിഗർഭത്തിലേക്ക്, നമ്മുടെ ദൈവം നമ്മെ നടത്തിയ വഴികളിലേക്ക് നാം ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ, ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ഉയരത്തിലെ കൃപ നമുക്ക് ലഭിപ്പാൻ തക്ക ഇടയായി തീരും. എന്നിട്ട് താൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ പോഷത്വമായ കാര്യമാണ് ദാവീദ് ചെയ്തത്. താൻ ചെയ്തത് എന്തെന്ന് വെച്ചാല് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലെടുത്തു, എന്നിട്ട് തന്റെ സഞ്ചിയിലേക്ക് ഇട്ടു. താൻ അഗ്രചർമ്മിയായി ഫെലിസ്ത്യന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. എല്ലാവരും തന്നെ പരിഹസിക്കുകയാണ്. ഞാൻ നായാണോ എന്നൊക്കെ ഫെലിസ്ത്യൻ പരിഹസിക്കുകയാണ്. ഞാൻ നിന്നെ ഇപ്പോൾ പക്ഷികൾക്ക് ആഹാരമായി കൊടുക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ ദാവീദ് അതൊന്നും കണ്ട് അധൈര്യപ്പെട്ടില്ല. ദാവീദ് ദൈവത്തെ നിന്ന നിമിത്തമുള്ളതായ അവസ്ഥ, ഒരു രാജ്യം പ്രതിസന്ധിയിലായപ്പോൾ താൻ മറ്റൊന്നും മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. തന്റെ ബുദ്ധിയുടേതായ ചിന്താഗതികൾക്ക് താൻ വില കൽപ്പിച്ചില്ല. താൻ ദൈവത്തിങ്കുള്ളതായ ആ തികഞ്ഞ വിശ്വാസത്തോടുകൂടെ, തന്നുള്ള അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ താൻ അഗ്രചർമ്മിയോട് പാഞ്ഞെടുക്കുവാൻ തക്കവണ്ണം തീർന്നു. അതിന്റെ മധ്യത്തിന്മേല് അവൻ അവിടെ വിജയം നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട് പറയാണ്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. എന്നിട്ട് തന്റെ ദേവന്മാരുടേതായ നാമം ചൊല്ലിയൊക്കെ ദാവീദിനെ ശപിക്കുന്നു. എന്നാൽ ആ ദാവീദ് പറയുകയാണ്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ട് എന്ന് സർവ്വഭൂമിയും അറിയും. എന്നിട്ട് തന്റെ ധൈര്യം, ദൈവത്തിനുള്ള ധൈര്യം തന്നെ 47-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവിടയാകും. യുദ്ധ യഹോവയ്ക്കുള്ളത് അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഈ അനുഭവങ്ങളുടേതായ വെളിച്ചത്തിന്മേൽ നാം ആര് തന്നെ ആയാലും, നാം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായാലും ശരി, ഏത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ വേണം നമ്മെ സ്നേഹിച്ചതായ നമ്മുടെ ദൈവം ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് കാണിപ്പാൻ തക്കവണ്ണം. ദാവീദ് ഒരു ബാലനായിരുന്നു, എന്നാൽ ആ ബാലന്റേതായ വിശ്വാസത്തെ മാനിച്ചതായ ദൈവം അഗ്രചർമ്മീയ അനുഭവ സമ്പത്തും അതേ ഒത്തിരി യുദ്ധം നടത്തി ജയിച്ചിട്ടുള്ളതായ ഫെലിസ്ത്യരുടെ ഒരു അഹങ്കാരമായിരുന്നു, ഫെലിസ്ത്യരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു മലനായ ഗോലിയാത്ത്. എന്നാൽ ഇവിടെ അവർക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത്, കുലഹീനമായത് അജ്ഞാനികളെ തിരഞ്ഞെടുത്തതുപോലെ ഒരു ബാലനായ ദാവീദിനെ, അതെ, ഇവിടെ ഇസ്രായേൽ ജനം പരാജയപ്പെടുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വാസമുള്ളതായ ആ ദൈവഭക്തനായ ദാവീദ് താൻ സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കമിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു, അവൻ കവിഞ്ഞു. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, അവ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചത്ത് പുറത്ത് കയറിയിട്ട് വാളുറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്ന് തല വെട്ടിക്കളഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളതായ അവസ്ഥ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇതിലൂടെ നമുക്ക് സംഭവ ചരിത്രങ്ങളെല്ലാം അറിയാം, എന്നാൽ കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നത് ജീവന്റെ വഴി കാണിക്കുന്ന ദൈവം. ഇവിടെ അതെ, ഇസ്രായേൽ ജനമെല്ലാം മരിച്ച്, രാജാവ് ഇസ്രായേൽ ജനത്തിന്റെ സൈന്യം എല്ലാം മരിച്ച് അവിടെ ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിന്മേൽ ഒരു ഏത് സമയവും പരാജയവും ജീവഭയവും ഒക്കെ ആയിട്ടായിരുന്നു ഒരു സൈന്യത്തെ രക്ഷിപ്പാൻ ദൈവകൃപയുള്ളതായ ഒരു ഭക്തനെ ദൈവം ഉപയോഗിച്ചു. അതെ, നമ്മുടെയും ജീവിതത്തിന് മധ്യത്തിന്മേലെ ഇന്ന് നാം എന്തവസ്ഥയിലൂടെ കടന്നു പോകുന്നു, നമ്മുടേതായ പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന ദൈവദാസിമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. അതുപോലെ ഓരോ വിധമായ അനുഭവം, ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിന്മേല്, ശാരീരിക വിഷയത്തിന്മേലുള്ള ബന്ധത്തിന്മേല്, മാനസികമായിട്ട് തലമുറകളോടുള്ള വിഷയത്തിന്മേൽ, കുടുംബ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിന്മേല്, സാമ്പത്തിക വിഷയത്തോളം എന്ത് വിഷയത്തോളം ബന്ധത്തിന്മേല് നാം പ്രതിസന്ധിയിലായിരിക്കുന്നുവോ, നാം ഉത്രമാത്രം ചെയ്താൽ മതി. ദൈവമേ, എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങനെക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവുകേടിനെ, നമ്മുടെ കഴിവുകേടിനെ ദൈവം കണക്കാക്കാതെ ദൈവം ഇറങ്ങി വന്ന്, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഈ പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തെ ദാവീദ് എന്ന ഭക്തനിലൂടെ ജീവന്റെ വഴി കാണിപ്പാൻ തക്കവണ്ണം ദൈവം ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചതുപോലെ നാം സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മയും അപ്രകാരം
അനേകരെ ജീവിപ്പിക്കുവാൻ, നമ്മിലൊരു ജീവൻ വ്യാപരിപ്പിക്കുവാൻ, നാം ഇന്നായിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിന്മേല്, ചിലപ്പോൾ കടബാധ്യതയുടേതായ മധ്യത്തിലാണെങ്കിൽ ഞാൻ അവരോട് എങ്ങനെ പറയും? മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ നാളുകൾ പറഞ്ഞു മടുത്തല്ലോ, അവരുടെ വായിൽ നിന്ന് എന്ത് കേൾക്കും എന്നുള്ള അവസ്ഥയിലൂടെ നാം ആയിരിക്കുന്നു. എങ്കിലാ ഇന്ന് പകൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവമേ അങ്ങന്റെ ജീവിതത്തിന്മേൽ ജീവന്റെ വഴി. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയത്തില്ല, എങ്ങനെ ആയിത്തീരുമെന്നും ആര് സഹായിക്കുമെന്നും അറിയത്തില്ല, അങ്ങിറങ്ങിമെന്ന് പ്രാർത്ഥിക്കണമേ. പ്രതിസന്ധിയിലായ സമൂഹത്തെ, ആ രാജ്യത്തെയും രാജാവിനെയും രക്ഷിപ്പാൻ തക്കോണം അങ്ങേക്ക് മനസ്സുണ്ടായതുപോലെ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്മേല് എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് അവയെ അയവിറക്കുവാൻ ഇടയായി തീർന്നാൽ നിശ്ചയമായും ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ തക്കോണം വിശ്വസ്തനാണ്. അതേ, ജീവന്റെ വഴി ഇസ്രായേൽ ജനത്തിന്മേൽ ദാവീദിലൂടെ, കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, അനുഭവമില്ലാത്ത ദാവീദിലൂടെ പ്രവർത്തിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിന്മേൽ കഴിവോ പ്രാപ്തിയോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടേതായ മനോഭാവം എന്താണ്, നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവം എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്. തികഞ്ഞ വിശ്വാസം, അതേ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് പോലെ തികഞ്ഞ വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ ഒരു അത്ഭുതമാണ് ചെയ്തത്, മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യമാണ്. എന്നാൽ ദൈവത്തിന്മേൽ തികഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നു. ആ ദൈവഭക്തൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ആ സിംഹത്തെയും കരടിയൊക്കെ വലിച്ചു കീറിയതുപോലെ എനിക്ക് എന്റെ ആടിനെ രക്ഷിച്ച പോലെ എനിക്കിതും ചെയ്യുവാൻ കഴിയും. എന്തെന്ന് വെച്ചാൽ എന്നിലുള്ള ദൈവകൃപ. അത് നാം ഓരോരുത്തരും ഇന്ന് പകൽ ഇന്ന് ഈ സന്ധ്യാവേളയിൽ മനസ്സിലാക്കണം. നമ്മിൽ ഓരോരുത്തരിലും ഒരു ദൈവകൃപ ദൈവം പകർന്നിട്ടുണ്ട്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് നാം പോയി ഫലം കായ്ക്കേണ്ടതിന്, നമ്മുടെ ഫലം നിലനിർത്തേണ്ടതിനുമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നാം മടുത്തു പോകും, നാം മനസ്സ് മടുത്തു പോകും, ഭാരപ്പെട്ടു പോകും, നമ്മുടെ സങ്കടങ്ങൾ ആരോട് പറയുവാനെന്ന് നാം ചിന്തിച്ചു പോകും. എന്നാൽ ഇന്ന് നാം ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഈ സന്ധ്യാവേളയിൽ ദൈവാത്മാവ് നമ്മോട് പറയാണ്, ജീവന്റെ വഴി നമ്മെ കാണിച്ചു തന്ന് നമ്മെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിപ്പാൻ ഭക്തനായ ദാവീദിനോട് ദൈവം ഇന്ന് പകൽ നമ്മെ വീണ്ടും സഹായിപ്പാൻ തക്കോണം വിശ്വസ്തനാണ്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് മതി 18-ാം വാക്യം കൂടെ. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. മതി. ഈ തിരുവചന ഭാഗവും നമുക്കറിയാം. വ്യക്തിപരമായ ആവശ്യത്തിന്റെ മധ്യത്തിന്മേല് ദൈനംദിന ആവശ്യങ്ങളെ നിറവേറ്റുവാൻ പ്രാപ്തനായ ഒരു ദൈവം. നാം ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മുടേതായ ജീവിതത്തിന്റെ അവസ്ഥകളെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം. ഇവിടെ ശിംശോന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. താൻ ഇസ്രായേൽ ജനത്തെ ന്യായം പാലിച്ചു, ആ ന്യായാധിപനായിരുന്നു. തന്റെ കയ്യിൽ ലഭിച്ചതായ ദൈവം തന്നെ അഭിഷേകം ചെയ്തിരുന്നു, നാസീർവ്രതസ്ഥനായിരുന്നു. തന്റെ കയ്യിൽ മറ്റു ആയുധങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ തന്നെ കഴുതയുടെ ഒരു പച്ച താടിയിൽ കൊണ്ട് ശത്രുക്കളെ 1000 പേരെ സംഹരിച്ചു. മറ്റായുധങ്ങൾ വേണം, വില്ലോ കുന്തമോ ഒക്കെ വേണം, അതൊന്നും ഇല്ലാതെ ദൈവത്തിന്റെ കൃപ തന്നിലുള്ളത് കൊണ്ട് താൻ 1000 പേരെ സംഹരിപ്പാനിടയായിരുന്നു. എന്നിട്ട് താൻ വളരെ മടുത്തപ്പോഴത്തേക്ക് തനിക്ക് കുടിക്കുവാൻ തക്കൊണ്ട് ദാഹിച്ചു. ഇത്ര യുദ്ധമൊക്കെ ചെയ്തതല്ലേ, ദാഹിച്ചപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല. അപ്പം ഈ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം എനിക്ക് തന്നല്ലോ ദൈവമേ, എന്നിട്ട് ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ചിട്ട് ഞാൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമല്ലോ. ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയാണ് ശിംശോൻ. ശത്രുക്കളുടെ കയ്യാൽ മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ ഒരു മരണത്തിൻ്റെതായ വക്കിലെത്തി നിൽക്കുമ്പോൾ ദൈവം അവിടെ അവന് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതേ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിന്റെ അവസ്ഥയിന്മേല്, വ്യക്തിപരമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിന്മേല് നാം മരണത്തെ മുഖാമുഖമായി കാണുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലാണോ? നമ്മെ ഭാരപ്പെടുത്തുന്ന രോഗത്തിന്റെ മധ്യത്തിന്മേല് ഈ രോഗം മരണത്തിലേക്ക് കലാശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നാം ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടായിരിക്കുകയാണോ? ലോകവും പിശാചും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രവും ഒക്കെ ഈ രോഗത്തിന് ഇനി ട്രീറ്റ്മെന്റ് ഇല്ല, ഇതൊക്കെ ഈ നമ്മുടെ മരണത്തോടുകൂടെ അല്ലെങ്കിൽ നമ്മെ കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിന് പറയുവാനുള്ളത്, ഈ രോഗം നിമിത്തം നീ മരിക്കയില്ല.
നാം പറയേണ്ടത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ വചനം ഉരുവിടേണം. അതെ, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങൾ മേൽ നമ്മെ സഹായിപ്പാൻ, അതെ, നമുക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വെള്ളം പുറപ്പെട്ടു, അവർ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് പിന്നെയും അവൻ 20 സംവത്സര വിസർജനത്തിന് ന്യായപാലനം ചെയ്തു. അതെ, ഇന്ന് ഈ സന്ധ്യാവേളയിൽ നമ്മോട് പറയുകയാണ്, നാം ചൈതന്യം കുടിക്കും, ജീവജലത്തിൽ നിന്ന് കുടിക്കും, ആത്മീക ജലം കുടിക്കും. അത് മാത്രമല്ല, ഭൗതികമായ അവസ്ഥയിന്മേൽ നാം ചൈതന്യം പ്രാപിക്കും, ജീവൻ പ്രാപിക്കും. നമ്മുടെ ശാരീരിക അവസ്ഥയിന്മേൽ നമുക്ക് ജീവനും ഓജസ്സും ചൈതന്യവും ആരോഗ്യവും വീണ്ടെടുക്കുവാൻ സാധിക്കും. മാനസികമായി നാം ശക്തരാകും, നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടാകും. അതെ, നമുക്ക് സാധ്യതകളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ സാധ്യതകളുടെ മധ്യത്തിൽ അതിനേക്കാൾ അപ്രമേയമായി ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവം, ചെങ്കടൽക്കരയിൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അത് അവർ വഴിമുട്ടി നിന്ന അവസ്ഥയിലാണ്. ഒരു വഴിയും കാണാതെ വഴിമുട്ടി നിന്ന അവസ്ഥയില്, പുറകില് ശത്രു സൈന്യം, മുന്നിലാണെങ്കിൽ ചെങ്കടൽ, മുന്നോട്ട് പോയാൽ അവർ മുങ്ങിത്താഴും. ഇങ്ങനെയുള്ള അവസ്ഥയിന്മേലായിരുന്നപ്പോൾ അത് ഇവിടെയും ശിംശോന് വേണ്ടിയിട്ട് ദൈവം ഒരു കുഴി പിളറി മാറാക്കിയിട്ട് ഭൗതിക ആവശ്യത്തെ, വ്യക്തിപരമായ ദൈനംദിനമായ ഭൗതിക ആവശ്യത്തെ നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിന്മേൽ നാം ഏതെങ്കിലും ഭൗതിക ആവശ്യത്തോടുള്ള ബന്ധത്തിന്മേൽ വഴിമുട്ടി എന്ന് പറഞ്ഞായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകല ദൈവഭക്തനായ ശിംശോന് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിച്ചതായി ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ അവിശ്വാസവും നമ്മുടേതായ മന്ദതകളും ഒക്കെയാണ് ദൈവപ്രവൃത്തി തക്ക സമയത്ത് കാണുവാൻ തക്കവണ്ണം തടസ്സമായി തീരുന്നത്. അതിനെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവന്റെ വഴി ശിംശോന് കാണിച്ചു കൊടുത്തതായ ദൈവം അത് വ്യക്തിപരമായ ആവശ്യത്തിന്റെ മധ്യത്തിന്മേല് പ്രവർത്തിച്ച് തന്നെ ജയോത്സവമായി നടത്തി. പിന്നെയും 20 സംവത്സരം ന്യായപാലനം ചെയ്യുവാൻ ആവശ്യമായ ഗൈഡൻസും ദൈവകൃപയൊക്കെ നൽകിക്കൊടുത്ത് വഴി നടത്തിയതായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിപ്പാൻ, ബലപ്പെടുത്തുവാൻ, നമ്മുടെ വഴിയിലെ കുറവിനെ തീർക്കുവാൻ, നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കുവാൻ തക്കോണം വിശ്വസ്തനാകിയാൽ ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ പിന്നെയും ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് നോക്കാം. അത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മേൽ തലമുറകളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. അത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്തു, അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. 19-ാം വാക്യം ഇവിടെ വായിക്കാം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവയും കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് പാലിനെ കുടിപ്പിച്ചു. മതി. ഈ തിരുവചന ഭാഗമൊക്കെ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായ ദൈവത്തിന്റെ കരുതൽ, അങ്ങനെ ഒരു ജീവന്റെ വഴി നൽകി കൊടുക്കുന്നതായ ദൈവത്തിന്റെ പ്രവൃത്തി, അതെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിൻ്റെതായ ഭക്തനായിരുന്നു അബ്രഹാം. അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിച്ചതായ പൈതലാണ്, ദാസിയിൽ ജനിച്ച പൈതലാണ് ഇസ്മായേല്. എന്നാൽ സാറയ്ക്ക് അവളോട് ഇഷ്ടക്കുറവുണ്ടായപ്പോൾ അവളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ സാറ പറയുന്നത് നീ അനുസരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടെ അയക്കുന്നു എന്ന് പറയുന്നത് പോലുള്ളതായ അവസ്ഥയിന്മേൽ, സാഹചര്യത്തിന്മേൽ ആ ഹാഗറിനെയും പൈതലിനെയും ഒരു തുരുത്തി വെള്ളവുമായിട്ട് അബ്രഹാം പറഞ്ഞയച്ചു. വേദനയോടുകൂടി ആയിരിക്കാം പറഞ്ഞയച്ചത്, എന്നാൽ പറഞ്ഞയച്ചു. ആ ദാസിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജീവിതത്തിലെല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ തന്റെ യജമാന്റെ കുടുംബത്തിന്മേലായിരുന്നതാണ്. എന്നാൽ ഈ അവസ്ഥയിന്മേൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നാൽ അവര് മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത്, സഹായിപ്പാൻ ആരോരുമില്ല, ഒരു അഭയ സങ്കേതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറായിട്ടോ ഒന്നും തന്നെ ഇല്ലാത്ത ശൂന്യതയിൽ നിൽക്കുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, എന്റെ പൈതലിന്റെ മരണം എനിക്ക് കാണേണ്ടി വരും, ഇവിടെ എനിക്ക് കരുതുവാൻ ആരുമില്ല ഒക്കെ എന്നൊക്കെ ഓർത്ത് അവൾ ബാലന്റെ നിലവിളി എനിക്ക് കേൾക്കണ്ട, മരണം കാണണ്ട എന്നൊക്കെ പറഞ്ഞ് അവള് ഉള്ളത്തിൽ വളരെയധികം വേദനിച്ച് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് ചിന്തിച്ചതായ അവസ്ഥയിലാണ് അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അവളെ വിളിക്കുവാൻ തക്കോണിടയായി തീർന്നു. അതെ, നമ്മെ കാണുന്നതായ ഒരു കണ്ണ് എപ്പോഴും യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തൻ്റെതായ അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്ന, തന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നതായ ആ ദൈവത്തിൻ്റെതായ പ്രവൃത്തി ദൂതനെ അയച്ചിട്ട് അവളെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അവളോട് പറയണം, നീ ഭയപ്പെടേണ്ട,
അവളോട് പറയുന്ന, ഹാഗറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അവന്റെ നിലവിളിയെ കേട്ടിട്ട് ദൈവം അവളുടേതായ കണ്ണിനെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ അവൾ ഒരു നീറുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ആ സംഭവങ്ങൾ അറിയാം. ഇത് നമ്മുടെ ജീവിതാനുഭവത്തിന്മേല് തലമുറകളുടെ ആവശ്യം, മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിന്മേൽ കിടക്കപ്പെട്ട അനുഭവത്തിന്മേല്, ഉറ്റവരാല്, സ്നേഹിതരാല്, അതായത് കുടുംബക്കാരാലൊക്കെ തള്ളപ്പെട്ട അനുഭവത്തിന്മേല് ആയിരിക്കുന്ന അവസ്ഥയിന്മേൽ ആരോ ഒരു ആശ്രയമോ ആശ്വാസവും ഇല്ലാത്ത അവസ്ഥയിന്മേൽ, ഏകാന്തതയുടെ അനുഭവത്തിന്മേൽ, കൂരിരുട്ടിൻ്റെതായ അവസ്ഥ. ദൈവവചനം പറയുന്നു, കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ആശ്വാസമായി ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ ഹാഗാർ എന്ന ദൈവദാസിയെ ദൈവത്തിന്റെ ദൂതൻ ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. എന്നിട്ട് അവളുടെ കണ്ണ് തുറക്കുമാറാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ട കുഞ്ഞിന് ജീവൻ പ്രാപിപ്പാൻ, എന്നിട്ട് അവനെ ദൈവം ഏത് രീതിയിലൊക്കെ ആക്കി തീർക്കുമെന്നുള്ളതായ ഭാവിയുടെ വാഗ്ദാനവും പ്രവചനവും ഒക്കെ ആയിട്ട് നൽകി അവനെ മാനിപ്പാൻ, ആ തലമുറയെ മാനിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നതായ അനുഭവം അതേ നമ്മുടെ ജീവിതാനുഭവത്തിന്മേല് ഈ സന്ധ്യാവേളയിൽ നാം ആരെങ്കിലും നമ്മുടെ തലമുറകളുടെ ആവശ്യങ്ങളുമായിട്ട്, അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യമായിട്ടോ, അവരുടെ ഭാവിയുടെ കെട്ടുപണിയുമായിട്ടുള്ള ആവശ്യമായിട്ടോ, അല്ലെങ്കിൽ അവരുടേതായ ആരോഗ്യ സംബന്ധമായ വിഷയത്തിന്മേലോ, സാമ്പത്തികമായ വിഷയത്തിന്മേലോ, കുടുംബ ഭദ്രതയുടെ വിഷയത്തിന്മേലോ, ഏത് വിഷയത്തോടുള്ള ബന്ധത്തിന്മേലായിരിക്കുന്നുവെങ്കിലും നാം ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവമേ, എന്റെ തലമുറയുടെ ആവശ്യം ഇതാണ്, എനിക്ക് ഒന്നിനും കഴിവില്ല, എന്നെ കൊണ്ട് ഇത്രയുമേ പറ്റത്തുള്ളൂ, എന്നാൽ അങ്ങൊന്ന് ഇറങ്ങി വരണമേ, അങ്ങൊന്ന് കാണണമേ എന്ന് പറയുമ്പോൾ, അങ്ങൊന്ന് അറിഞ്ഞിരിക്കണമേ എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ നിശ്ചയമായിട്ടും കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇറങ്ങി വന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതല് അത് നീരുറവയായിട്ട് നമുക്ക് നൽകുവാനും, ആ നീരുറവ തുരുത്തിൽ പകർന്നതായ ആത്മജലമാക്കി ജീവന്റെ വഴിയിലേക്ക് നടത്തുവാൻ, ശാരീരികമായ ജീവൻ, ആത്മീകമായ ജീവൻ ഏതെങ്കിലും വഴിതെറ്റിയ അനുഭവത്തിലൂടെ, അതെ ജുഗരഘടക ഭക്ഷണഘട കൂട്ടുകെട്ടിനാല് ബാധിക്കപ്പെട്ട് ജലാരഘടകൾക്കടകൾക്കട വഴിതിരിക്കപ്പെട്ട, വഴി മാറിപ്പോയ അനുഭവത്തിന്മേലൂടെ ആയിരിക്കുന്നതായ അവസ്ഥയിന്മേല് ഏതെങ്കിലും മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിനെയും മറികടക്കാത്ത ദൈവം ഇന്ന് പകൽ ദൈവപ്രവൃത്തിയായി ഹാഗാറിന് വേണ്ടി, അവളുടെ തലമുറയ്ക്ക് വേണ്ടി അതെ നീരുറവയുടെ പ്രൊവിഷനാക്കി അത് കരുതലായി കരുതി വെച്ചതുപോലെ ദൈവം നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന കരുതല് ദിവസങ്ങൾ അനുഭവിപ്പാൻ പോകുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ഉറപ്പായ വാഗ്ദാനമാണ്. ഏറ്റെടുത്ത് ദൈവസന്നിധിയില് അതെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അനുഭവിപ്പാൻ 17-ാം വാക്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്, ദൈവം വലിയവ ചെയ്തു. അതെ ആ നീരുറവയുടേതായ ദൈവത്തിന്റെ ദൂതൻ നിലവിളി കേട്ടിറങ്ങി വന്നതാണ്. അതെ നമ്മുടെ നിലവിളി കേട്ട് ദൈവം തന്റെ ഭക്തന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. എന്തിന്? നമ്മെ ധൈര്യപ്പെടുത്തുവാൻ. നമ്മൾ ഇന്ന് ബലമില്ലാതാവോളം കരഞ്ഞ് വിലപിച്ച് അതെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും തള്ളപ്പെട്ടും പഴിയും ദുഷിയുമായിട്ട് ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിന്മേല് പുറത്താക്കപ്പെട്ട അവസ്ഥ പോലെ, താമസിക്കുവാൻ ഒരു സ്വന്തമായൊരു ഭവനമില്ലാതെ വാടക കെട്ടിടത്തിലാണോ ആയിരിക്കുന്നത്? ആശ്വാസാശ്രയവും തരുമെന്ന് പറഞ്ഞവർ വിശ്വാസ നിമിത്തം നമ്മെ തള്ളിക്കളഞ്ഞ അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെതായ ആത്മാവ് ഓർപ്പിക്കുകയാണ്, കരുതുവാൻ, അതേ റിഖാന ജല ഉപേക്ഷിക്കപ്പെട്ടിടത്ത് ചേർത്തുകൊള്ളുവാൻ, വിധവ എന്ന് പറഞ്ഞ വൈധവ്യത്തിൻ്റെതായ വേദനയും ഭാരവും താങ്ങുന്ന ജീവിതങ്ങളോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണ് ദൂതനെ അയച്ച് നിലവിളിയെ കേട്ട് പ്രൊവിഷനാക്കി, അത് കരുതലാക്കി, റിബലകടകൾക്കടകൾക്കട അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് മടിയിൽ അളന്ന് തരുവാൻ തക്കോണം വിശ്വസ്തനാണ്. അതെ അടുത്ത ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്, രക്തബന്ധങ്ങൾ എതിരാകുമ്പോൾ ജീവൻ പകരുന്ന ദൈവം. ഇവിടെ ഹാഗാറിന്റെ തലമുറയ്ക്ക് വേണ്ടി ജീവൻ പകർന്നു നൽകിയെങ്കിൽ അടുത്ത നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. മതി. ഈ തിരുവചന ഭാഗത്തിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. യാക്കോബിന്റെ ജീവിതമാണ്. യാക്കോബിന്റെ അവസ്ഥയിന്മേല് ലാബാൻ എന്ന തന്റെ അമ്മായപ്പനാൽ താൻ പല പ്രാവശ്യം
പറ്റിക്കപ്പെട്ടു, 10 പ്രാവശ്യം താൻ ചതിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ ജ്യേഷ്ഠനായ ഏശാവിനെ വഞ്ചിച്ചു, താൻ അനുഗ്രഹം പറ്റി എന്നൊക്കെ ഉള്ളതിന്റെ പേരില് അതെ എപ്പോ കണ്ടാലും കൊല്ലുമെന്നുള്ള അവസ്ഥയിലാണ് യാക്കോബ് ആയിരിക്കുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിന്മേൽ താൻ ഒരു കാര്യം ചെയ്യുവാൻ തക്കോണ്ടിടയായി തീർന്നു. 22 മുതൽ 30 വരെയുള്ള വാക്യത്തിലൊക്കെ താൻ തനിക്കുള്ള സകലത്തെയും മുന്നമേ കടത്തി, എന്നിട്ട് താൻ ഏകനായി ശേഷിച്ചിട്ട് തന്റെ ജീവിതത്തിന്മേൽ താന് ദൈവമായിട്ടൊരഭേദ്യമായി ൊക്കെ അവിടെ സമ്മതിച്ചു. ദൈവം അവനോട് ചോദിച്ചു, അതെ ദൂതൻ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, ഞാൻ യാക്കോബ് എന്ന്. അവൻ ദൈവദൂതൻ അവനോട് പറഞ്ഞു, അതെ നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന്, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറയണം, എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. ആ സമയത്ത് ദൈവം എന്നെ വിടുക എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവൻ പറയാണ്, എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണമെന്ന്. അവൻ സ്വയശോധന നടത്തിയിട്ട് തന്നെ താഴ്ത്തിയേൽപ്പിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതിന്റെ പരിണത ഫലമായിട്ട് ദൈവം അവനെ അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിന്മേല് ദൈവം അവൻ അവിടെ പ്രതികൂലം മാറിപ്പോകുവാനും അവിടെ ഒരു കരുണ കാണിപ്പാനും ഇടയായി തീരുവാൻ തക്കൊണ്ടിയായി തീർന്നു. 10-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്, അമ്മായപ്പനാൽ വെളുപ്പിക്കപ്പെട്ടതായ യാക്കോബ് പറയാണ്, ഇനി ഞാൻ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോ കരുതുവെന്നൊക്കെ. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിപ്പാടിയായി തീർന്നു. ചതിക്കപ്പെട്ട സ്ഥാനത്ത് പുള്ളിയും മറുകുമുള്ളതായ ആട്ടിൻകൂട്ടങ്ങളൊക്കെ നൽകിക്കൊടുത്തിട്ട് അവൻ 2 കൂട്ടമായി തീർന്നു എന്ന് പറയുവാൻ, ഞാൻ ഇത്രത്തോളം ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടമായി ഞാൻ തിരിയുവാൻ തക്കൊണ്ടിടയായി തീർന്നു എന്ന് പറഞ്ഞ അതെ ജ്യേഷ്ഠന് സമ്മാനങ്ങൾ കൊടുത്ത്, ദൈവപ്രകാരമുള്ള ബുദ്ധി കൊടുത്ത് ജ്യേഷ്ഠനെ അനുനയിപ്പിക്കുവാൻ തക്കോണ സമ്മാനങ്ങൾ കൊടുത്തയപ്പാനിടയായി. അവിടെ ദൈവം പ്രതികൂലം മാറ്റുവാൻ, അത് കൊല്ലുമെന്ന് പറഞ്ഞതായ ഭീഷണിയുടെ മധ്യത്തിന്മേല് ദൈവം ആ ഭീഷണിയുടെ പ്രതിസന്ധി മാറ്റിയിട്ട് ജീവൻ പകരുവാൻ, അത് സമൃദ്ധിയായി ജീവൻ പകരുവാൻ, രക്തബന്ധങ്ങൾ ഒന്നിപ്പിക്കുന്നതായ ഒരു അനുനയത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു ദൈവത്തിൻ്റെതായ കൂട്ടിച്ചേർക്കലുകളാ അവിടെ അനുഭവിപ്പാൻ, യഥാസ്ഥാപനം ഉണ്ടാകുവാൻ, ബന്ധങ്ങൾ കൂടിച്ചേരുന്ന അനുഭവത്തിന്മേല് ദൈവം അവിടെ പ്രവർത്തിപ്പാൻ തക്കൊണ്ട് ഇടയായിരുന്നു. അങ്ങനെ അവിടെ ജീവൻ പകരുവാൻ, ജീവന്റെ വഴിയിലേക്ക് നയിക്കുവാൻ തക്കൊണ്ട് യാക്കോബിന്റെ ജീവിതാനുഭവത്തിന് വഴി യാക്കോബിനെയും അത് ഏശാവിനെയും ഒന്നിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെതായ പ്രവൃത്തി. അതേ ദൈവമക്കളെ, നമ്മൾ ഇന്ന് പകല ഇപ്രകാരമുള്ളതായ നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോയി എന്ന് പറഞ്ഞിട്ട് വിശ്വാസ നിമിത്തമോ അല്ലാതെയോ നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കാതിരിക്കുന്നതായ അനുഭവമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അന്യായമായ അവസ്ഥയിന്മേല് അതേ കേസ് കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ ഉള്ളതായ അവസ്ഥയിന്മേൽ നാം ഭാരത്തോടെ ആയിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ മധ്യത്തിൽ നാം ഒന്നും നെടുമ്പാടെ വീണാൽ, ദൈവമേ തെറ്റ് പറ്റിപ്പോയി എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ആ യാക്കോബ് ദൈവമായിട്ടതായ അഭേദ്യമായി ബന്ധം ഏകനായി ശേഷിച്ചിട്ട് എല്ലാറ്റിനെയും മാറ്റി വെച്ചിട്ട് താൻ ദൈവത്തോട് ബന്ധം പുലർത്തുവാനിടയായി. ദൈവം ഇറങ്ങി വന്ന തനിക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രതികൂലം മാറ്റി, മരണത്തിന്റെ കണികളെ മാറ്റി. അവിടെ ദൈവം ഏശാവിനെ അവൻ്റെതായ ഉള്ളത്തോട് ഇടപെടുവാൻ തക്കോണിടയായിരുന്നു. ഏത് കഠിന ഹൃദയരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രതികൂലം മാറ്റി തന്റെ ജീവിതത്തിന് പേര് മാറ്റി വർധനവ് നൽകുവാൻ, താൻ ഒരു കുടുംബത്തിന്റെ നാഥനായിരുന്നുവെങ്കിൽ ഒരു രാജ്യത്തിന്റെ നാഥനായി തീരുമെന്നുള്ളതായ ഇസ്രായേൽ എന്ന പേര് അവിടെ മാറ്റുവാൻ, ആ പേര് പുതിയ പേര് നൽകുവാൻ തക്കോണിടയായിരുന്നു. അതെ, ഇന്ന് നാം സഭകളോടുള്ള ബന്ധത്തിന്മേൽ അംഗസംഖ്യയിൽ കുറഞ്ഞ ആത്മാക്കളുമായിട്ടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് സന്ധ്യാവേളയെ ദൈവാത്മാ നമ്മോട് ഓർപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവമേ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നിട്ടൊരു ആ ഒരു വിടുതൽ കാണുന്നില്ലല്ലോ, ഒരു വർധനവ് കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് വ്യവസ്ഥകളുടെ മധ്യത്തിന്മേലെ അവസ്ഥകളെ അറിഞ്ഞ് ഇടപെട്ട അവസ്ഥയ്ക്ക് ഭേദം വരുത്തി നമുക്കൊരു വർധനവ് നൽകുവാൻ കൊണ്ട് വിശ്വസ്തനായ ദൈവം ഈ യാക്കോബിന്റെ ജീവിതത്തിന്മേലെ ജീവന്റെ വഴി, അതേ മരണഭയത്തിന്റെയും പ്രതികൂലത്തിന്റെ ഏത് സമയം കൊലപാതകത്തിന്റെ കത്തിയുമായി ആ ഭീഷണിയുമായിട്ട് നിൽക്കുന്ന അവസ്ഥയിന്മേല് ഏത് വിധത്തിലുള്ളതായ പ്രതിസന്ധിയെയും മാറ്റി പുതുജീവൻ തരുവാൻ തക്കവണ്ണം കഴിവുള്ളതായ ദൈവത്തിൻ്റെതായ ജീവന്റെ വഴി തികവുള്ളതാണ്. അതേ, ഒരു കാര്യം കൂടെ നമുക്ക് ദൈവവചനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ട് നമുക്ക് തുടർന്ന് വ്യക്തിപരമായ ആലോചനകളിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട.
ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും മതി, കൊയ്ത്തും ഇനി 8-ാം ഇല്ലാത്ത വാക്യം കൂടെ, 5 ഇനി 8-ാം മതി, സംവത്സരം ഇനിയുമുണ്ട്. 8-ാം വാക്യം കൂടെ മതി ഇനി. ഓക്കെ, ആകയാൽ നിങ്ങളല്ല ദൈവം ഇവിടെ അയച്ചത്. അതെ, നിങ്ങളല്ല ആകയാൽ നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. മതി. ഈ തിരുവചന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് യാക്കോബിന്റെ ജോസേഫിന്റെ ജീവിതത്തിന്മേല് ദൈവം യോസേഫിന് വേണ്ടി വലിയ ചെയ്യുവാൻ കൊണ്ടിരിക്കുന്നു. അതെ, തന്റെ ജീവിതാനുഭവങ്ങളിൽ ഫലിതമായ പ്രതിസന്ധിയിലൂടെ താൻ കടന്നു പോകേണ്ടത്, അതേ, ഭാരങ്ങൾ, വേദനകൾ, ചെയ്യാത്ത തെറ്റുകൾ, കാരാഗ്രഹം, ഇങ്ങനെ പല പല പ്രതിസന്ധികൾ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ദൈവം ആ ശോധനയിലൂടെ തന്നെ കടത്തിവിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ തന്റെ മേൽ പകർന്നതുകൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം തന്റെ മേലിരുന്നത് കൊണ്ട് ദൈവം തന്നോട് കരുണ കാണിപ്പാനും, ദൈവത്തിന്റെ സമയമായപ്പോൾ ഫറവോൻ സ്വപ്നം കാണുവാനും അത് വ്യാഖ്യാനിപ്പാനുള്ള ദൈവിക ജ്ഞാനം തന്റെ ഭക്തന് നൽകുവാനും ദൈവം ആ മിസ്രൈമിന് അധിപതിയാക്കി തീർക്കുവാനിടയായി തീർന്നിട്ട് തന്റെ കുടുംബത്തെയൊക്കെ കൊണ്ടുവന്ന ശേഷം താൻ അവിടെ തന്നെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുമ്പ് എന്നെ അയച്ചതാകുന്നു. ദൈവം എത്ര ഇവിടെ അയച്ചത്, അവ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെ യജമാനനും അധിപതിയും ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അതേ ദൈവമക്കളെ, ഇന്ന് ഈ സന്ധ്യാവേളയിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയിന്മേല്, നാം ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിന്മേല, അതേ സാമ്പത്തിക ഞെരുക്കത്തിലോ ഭാരത്തിലോ അതേ കുടുംബത്തിന്റെ തകർച്ചയിലോ ഏതവസ്ഥയിലൂടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവം അനുവദിക്കാതെയല്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നത്. ജീവരക്ഷയ്ക്കായിട്ട് നമുക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാൻ, ഭൗതിക വിഷയത്തിന്മേല്, മാനസിക വിഷയത്തിന്മേൽ, ആത്മീക വിഷയത്തിന്മേല്, ശാരീരിക വിഷയത്തിന്മേൽ, സാമ്പത്തിക വിഷയത്തിന്മേല്, ഏത് വിധമായ അവസ്ഥയിന്മേലും ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മളുടെ ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിച്ചിട്ടാണ് ഈ ശോധന നമ്മുടെ ജീവിതത്തിന്മേൽ വന്നത്. ദൈവത്തിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അതേ കുടുംബത്തിന്റെ ജീവരക്ഷ, അതേ ജീവന്റെ വഴി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ കർത്താവ് കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യോസേഫിനെ മുന്നമേ അയച്ചുവെങ്കിൽ നമ്മുടെ ജീവിതാനുഭവത്തിന്മേൽ ഏതെങ്കിലും കുടുംബങ്ങളുടേതായ അവസ്ഥകളിന്മേൽ ജീവരക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നാം ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മോട് ഓർപ്പിക്കുകയാണ്, ജീവന്റെ വഴി കാണിച്ചു തരുന്ന ദൈവം തന്റെ പക്കൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അതേ, ദൈവം ജീവന്റേതായ ആനന്ദ നദിയിലേക്ക് നമ്മെ ഇറക്കും. എന്നും ശോധനയും കഷ്ടപ്പാടുമല്ല, നമ്മുടെ ഈ കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ട്. കഷ്ടത സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം പറഞ്ഞതായ കർത്താവ് നമ്മുടെ ജീവിതാവസ്ഥയിന്മേല് പ്രതിസന്ധിയിലായ ഒരു രാജ്യത്തെ രക്ഷിച്ചതായ ദൈവം, ദൈനംദിന ആവശ്യം ശിംശോന്റേതായ ആവശ്യം നിറവേറ്റിയ കർത്താവ്, തലമുറയുടെ ആവശ്യം ഹാഗാറിന്റെ ജീവിതത്തിന്മേൽ പൈതലിന് വേണ്ടി അതേ കണ്ണു തുറന്ന് നീറുറവ നൽകിയതായ ദൈവം, സഹോദരങ്ങൾ രക്തബന്ധങ്ങളെതിരായപ്പോൾ ജീവൻ പകർന്ന യാക്കോബിനെ യേശാവിനെ വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കൊണ്ട് ഇടിയാക്കി തീർത്തതായ ദൈവം, കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് കരുതലായി ഭൗതിക വിഷയത്തിന്മേല്, സാമ്പത്തിക വിഷയത്തിന്മേല്, ശാരീരിക വിഷയത്തിന്മേൽ, മാനസിക വിഷയത്തിന്മേൽ, ആത്മീക വിഷയത്തിന്മേൽ കരുതലായി വെളിപ്പെടുന്നതായ ദൈവപ്രവൃത്തി ഇന്ന് പകല ഈ ജീവന്റെ വഴിയിലേക്ക് നമ്മൾ നയിക്കുവാൻ, നമ്മുടെ ഭൗതിക വിഷയം കൊണ്ട് മാത്രമല്ല നിത്യതയോളം എത്തിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, നാം ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ മനസ്സുടഞ്ഞ് ഭാരപ്പെട്ട് തകർന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വഴിത്തുക ഉള്ളത് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിരിക്കുന്നത് നാം കണ്ടിട്ടില്ല. ആ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിപ്പാൻ, തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുവാൻ, നമ്മെ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ചൈതന്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നയിപ്പാൻ തക്കോണം വിശ്വസ്തനാണ്. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുക, സഹായിക്കുകയും ചെയ്യട്ടെ. തുടർന്ന് നമുക്ക് വ്യക്തിപരമായി ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അസ്തിനേജിനമനഘടകം ധൂരാപാപാപാപാമനഘടകശമനാരഘടകൽക്കരഘടകസ്തര ഉടമ്പൽ കമനഘടകസ്തരഘടകല കുഞ്ഞുമോളെന്ന് പറഞ്ഞ ദൈവദാസിയോടായ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് റിബലഘടകക്ഷരഘടകൽക്കര ഉടമന ഹസ്തന ജഗരഘടകൽക്കര ദിമന ശകടകട. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിന്മേൽ റിതലകട, നീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ദൈവം അറിയാതെയല്ല. റിബലഘടകക്ഷരഘട
ജീവിതത്തിന്റെ വഴിത്താരകളിന്മേൽ കഴിഞ്ഞ പല അനുഭവങ്ങളും അയവിറക്കുമ്പോൾ ദൈവത്തിൻ്റെതായ കരുതലും ദൈവത്തിന്റെ ഭുജവും നേരിട്ട് അനുഭവിച്ചതാണ്. ഏകനായി നടത്തിയതായ അവസ്ഥകള്, മരുഭൂമിയിലും ഓളി കേൾക്കുന്ന പ്രദേശങ്ങളും ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി ശ്രദ്ധിച്ചതുപോലുള്ളതായ അനുഭവത്തിന്മേല് വഴി ഇതാകുന്നു, ഇതിലൂടെ നടന്നുകൊള്ളുക എന്ന ഇൻപശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിച്ച് നടത്തിയതായ വിധങ്ങൾ, റുഡമന കടകൾ കനകടകൾ കരകട. ഞാനും എൻ്റെ തലമുറ ഈ വിഷയത്തോളം ബന്ധത്തിന്മേൽ തകർന്നു ഒന്നുമില്ലാതെ ഇല്ലായ്മയിൽ ആയിപ്പോകുമല്ലോ. ദൈവമേ, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ എന്ത് പരിഹാരം അല്ലെങ്കിൽ എന്ത് പ്രതിവിധി പറയുമെന്നുള്ളതായ അവസ്ഥയിന്മേൽ ഭാരത്തോടെ ആയിരുന്നപ്പോ ദൈവം ഇറങ്ങി വന്നു ഹാഗറിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയതുപോലെ, അവിടെ കണ്ണു തുറപ്പിച്ച് അവിടെ പ്രവർത്തിച്ചതുപോലെ നിന്നെ സ്നേഹിച്ചതായ ദൈവത്തിന്റെ കരുതൽ ഇറങ്ങി വന്നു പ്രവർത്തിച്ചതായ നാളുകൾ, ദിവസങ്ങൾ നീ കുറയിലേക്ക് ചിന്തിക്കുക. റബ്ബാലഘടകൾ കരകട, പിന്നെയും നടത്തുവാൻ റന്ത ജനകല ഘടകട. ഇന്നത്തേതായ ചില ശൂന്യതയുടെ അനുഭവങ്ങൾ നിമിത്തമുള്ള ചില നിരാശകൾ നിന്നെ ഭരിക്കുന്നുണ്ട്. എന്നാൽ ആ ഭാരത്തെയും നിരാശയും മാറ്റിയിട്ട് ചില നിറവുകളെ പകർന്നു തന്ന ദൈവകൃപ ശക്തിപ്പെട്ട് പിന്നെയും റിബല ഘടകൾ കരകട, ഉടബല ജലഘടകൾ കരകടകൾ കര. കാലാളുകളോടുകൂടെ ഓടിയിട്ട് തളർന്നു പോകുന്ന അനുഭവമല്ല, കുതിരപ്പടയോട് മത്സരിച്ചോടുവാൻ തക്കതായ വിശ്വാസം പ്രത്യാശയും പിന്നെ തരുവാൻ ദൈവം വിശ്വസനത്രേ. അൽഖാനാദ റിബാടകക്ഷല കരകടകൾ കരകട. വാടക വരുമെന്ന് ശത്രു വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മുമ്പിൽ ധീരകട ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുക. ദൈവം നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഇരുട്ടിന്റെ ചില നിഷ്ഫല പ്രവൃത്തികൾ, ചില അപശബ്ദങ്ങൾ പോലെ, ചില റിബലകട പ്രതിയോഗികളുടെ ചില ചോദ്യചിഹ്നങ്ങൾ നിന്റെ നേരെ ഉയരുന്ന അനുഭവങ്ങളുണ്ട്. അത് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്. ദുകരകട എന്നാൽ തളർത്തിക്കളയുവാൻ തക്കോണ ശത്രു പ്ലാനുകളും പദ്ധതികളും ഒരുക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവകൃപ, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയാൽ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ മൗനം അവലംബിക്കുക എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. വാദത്തിന് വാദവും പകരത്തിന് പകരവും പറയാതെ വണ്ണം ചില വ്യക്തികളുടെ ചില സംസാരങ്ങൾക്ക് അതിന്റെ മുമ്പിൽ നീ അടിയറവ് വെച്ചു എന്നല്ല, അതിന്റെ മുമ്പിൽ മൗനം അവലംബിച്ച് കഴിയുമ്പോൾ മിണ്ടാതിരുന്നാൽ പോഷനെ പോലെ ജ്ഞാനിയായി എണ്ണുന്ന ദൈവം നിനക്ക് വേണ്ടി നീതിയുള്ള ന്യായാധിപതിയായി എഴുന്നേൽക്കും. ചില ന്യായപാലനം ചെയ്യേണ്ട, കർത്തൃത്വം നടത്തേണ്ട ചില അനുഭവങ്ങളുടെ മധ്യത്തിന്മേല് റിബാല ഹസ്തരകട നീതിയുള്ള ന്യായാധിപതിയായി എഴുന്നേറ്റ് നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തിക്ക് അവസരം കൊടുത്ത് മൗനമായിരിക്കുമ്പോൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായ ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. റീകാലഘടകസ്തനാരകമാന ഹത്തൽ ഘടകസ്തരകട ഉടബലഘടകട. പ്രതിസന്ധിയുടേതായ വെല്ലുവിളി മുന്നിലുണ്ട്. എന്നാൽ അതിനെ തരണം ചെയ്യണമെങ്കിൽ ദൈവവചനത്തിന്റെ ആജ്ഞയാൽ ചിലത് നീ കൽപ്പിക്കുക. ഉച്ചക്കരകട. ശിംശോൻ പ്രതിസന്ധി കണ്ടപ്പോൾ റിബാലകട കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ ശത്രു സൈന്യത്തിന് നേരെ റിബലകടകൾക്കര എതിരിട്ട് ചെല്ലുവാൻ കണടിയായി തീർന്നു. ഭയപ്പെട്ട് പിന്മാറാതെ റിബലകട പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവവചനത്തിന്റെ ആജ്ഞയാൽ സ്തുതിയാലും സ്തോത്രത്താലും ധൈര്യം സംഭവിച്ച് മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങൾ വിടുതലായി അനുഭവിപ്പാൻ, വ്യക്തിപരമായ ജീവിതത്തിന്മേലും കുടുംബത്തിന്മേലും വിടുതലായി ശാരീരികമായും സൗഖ്യമായി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് വിശ്വസനാകയാ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ദാസി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കട്ടെ കർത്താവെ. ഉയരത്തിലെ കൃപ നൽകണമേ കർത്താവെ. അധരത്തെ സൂക്ഷിപ്പാനുള്ള പ്രത്യേക കൃപ നൽകണമേ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവികമായ കൃപയാൽ അങ്ങ് നിറയ്ക്കേണ്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ജീസസ്. സിസ്റ്ററെ ദൈവ സഹായി തനിക്ക് കൊടുത്തതായിട്ടുള്ള ദൈവീയമായിട്ടുള്ള ഈ ശുശ്രൂഷകൾ താന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ ആലോചന ശബ്ദങ്ങൾ പറയുവാനും ദൈവ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു ദിവസം, നാളെയോ നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ നാളെ വൈകുന്നേരം 5 o'clock 6 o'clock ആരാധനയ്ക്കൊക്കെ ശേഷമായിട്ട് ഞാൻ സൂം ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസിയുള്ള എല്ലാ വിധത്തിലുള്ള ദൈവസ്നേഹവും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചത് പലവർക്കും നാളെ സാറ്റർഡേ ആണ്, പലവർക്കും നാളെ സൺഡേ ആണ്. അപ്പൊ നാളെ പല കാര്യങ്ങളും ചെയ്യാൻ ദേവദാസന്മാർക്കൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും ഇടപെട്ടല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവ് പോഷ്ക്ക് പറയാൻ അറിയുന്ന ദൈവമല്ല. അതുകൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിച്ച് ദൈവശബ്ദം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവദാസൻ രാജകുട്ടി പാസ്റ്ററെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. തന്റെ ദാസനോട് ദൈവത്തിന്റെ ആലോചന കേട്ടല്ലോ. നമ്മള്
ആമേ, സ്തോത്രം. ആമേ, ഒന്നും പകച്ചു നിൽക്കുന്ന സ്ഥാനത്ത് ദൈവം ശ്രേഷ്ഠകരമായ വഴികളും നന്മകളും ഒരുക്കി ശുശ്രൂഷയുടെ പുതിയ പാന്താവുകളിലേക്ക് ആമേ തൻ്റെ മനസ്സുപോലും മറഞ്ഞു കിടന്ന സാഹചര്യങ്ങൾ ഉണർത്തി എഴുന്നേൽപ്പിച്ച് ദൈവത്തിന് സംസാരിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേ, നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. കർത്താവിൻ്റെ ദാസന്റെ പ്രാർത്ഥനയോടുകൂടെ ആമേ, പ്രത്യേകിച്ച് എല്ലാവരോടുള്ള വന്ദനവും നന്ദിയും പറയുന്നു. എൻ്റെ സഹോദരിയുടെ വേർപാടുള്ള ബന്ധത്തിൽ നിങ്ങൾ എല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ചു. ആമേൻ, അവളുടെ ഫ്യൂണറൽ സർവീസ് ചൊവ്വാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ടെന്നല്ലേ. ഏറ്റവും അവസാനത്തെ മെസ്സേജ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ച് ആമേൻ ആരാധിക്കുക, അന്യഭാഷയിൽ ആരാധിക്കുക. അതുപോലെ അവസാനത്തെ ശുശ്രൂഷയൊക്കെ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നപ്പോൾ തന്നെ ആത്മാവിന്റെ വലിയ സന്തോഷത്തോടെ ഇത്ര മനോഹരമായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അവളെ ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അവളെ ഇതൊന്നും വേണ്ട, വേദനയോ പ്രയാസമോ ദുഃഖമോ ഒന്നും ഇല്ലാത്തയിടത്ത് അവള് കടന്നുപോയി. അവളുടെ പ്രിയ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഓർക്കണം. കുഞ്ഞുങ്ങളൊക്കെ വളരെ സംയമനത്തോടെ ഇളയ മോളോ അവളോ ഉള്ളൂ ഇച്ചിരി കൊച്ചു കുഞ്ഞായിട്ട് അവിടെ പപ്പായോടൊപ്പം അവിടെ ആയിരിക്കുന്നു. പ്രത്യേകം എല്ലാവർക്കും വന്ദനം നന്ദിയും പറഞ്ഞു. ഒരിക്കൽ കൂടെ ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന ആശീർവാദത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അൻപുള്ള ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ സ്ഥലിലേക്ക് കടന്നു പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഈ വേളയിൽ കർത്താവെ തിരുശബ്ദം കേൾപ്പാനൊക്കെയും അവിടുന്ന് ഒരിക്കൽ വലിയ സ്നേഹത്തിനും കരുതലിനായി അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വിശ്വസ്തതയ്ക്കായ സ്തോത്രം, സ്നേഹത്തിനായ സ്തോത്രം. ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ അദ്ദേഹമാണ് കർത്താവെ. പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നതിനായ സ്തോത്രം. സ്വന്തയാമത്തെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവനെ ഒരിക്കലായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഉള്ളിലെ വേദനയും സങ്കടങ്ങളൊക്കെ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ കർത്താവെ. ഇതുപോലെ കാലം ആ ശബ്ദത്തിനു മുമ്പിൽ ഞാൻ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവത്തിന് വേണ്ടി പിന്നെ ഓടുവാൻ ആയുസ്സാരോഗ്യം തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ ദാസി ഞങ്ങളുടെ മധ്യം കൂട്ടി വരുത്തില്ല കർത്താവെ. വിലയേറിയ സന്ദേശം ദൈവം നൽകിയതിനായ സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ഹൃദയത്തിന് ആശ്വാസവും വിടുതലുമായി തീർന്നിരിക്കുക സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് തീരുമാനത്തിൽ പ്രതിഷ്ഠയ്ക്ക് കാരണമായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ദാസയെ പിന്നെ ശക്തിയോട് ഉപയോഗിക്കുമാറാകണമേ. അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തിയോട് നിൽപ്പാൻ തന്റെ ദാസി ഒരുക്കണമേ. എല്ലാ ആത്മീയ ഭൗതിക വിഷയങ്ങളും ദൈവം സഹായിച്ച് ബലപ്പെടുത്തുകയും ഇതുപോലെ കാലം വന്ന് സൂക്ഷിച്ചല്ല കർത്താവെ. എന്റെ ദാസിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളാൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിറച്ച് മകളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. സുമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മാതാക്കളെയൊക്കെ ഓർക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, അവരെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ഓരോ ശനിയാഴ്ച ഈവനിങ്ങിൽ നടക്കുന്ന മീറ്റിംഗ് അനേകർക്ക് ആശ്വാസം വിടുതലും കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം ഞങ്ങളുടെ സഹോദരി ജോയ്സിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ മകൾ വളരെ വേദന കഴിഞ്ഞ ദിവസം കടന്നു പോയല്ലോ. സഹോദരി വേർപാടിന് വളരെ വേദനിക്കുകയും സങ്കടപ്പെടുകയും ജീവിതത്തിൽ ഒത്തിരി നിരാശകളും വേദനയൊക്കെ കടന്നു സ്ഥാനത്തിന്റെ ദാസിയെ ശക്തിയോട് നിർത്തിയനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ. ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് കരുണ ചെയ്യണം, ഭവനത്തോട് കരുണ ചെയ്യണമേ. ഹല്ലേലൂയ. ദാസിയും കുടുംബവും വളരെ ആത്മാർത്ഥമായ കാര്യങ്ങളൊക്കെ കർത്താവ് സഹകരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നില്ല കർത്താവെ. അവർക്കെല്ലാം സ്നേഹത്തിനും കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇപ്പോൾ സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞേക്കണമേ. ഇതുപോലെ കാലം പ്രാർത്ഥന നയിക്കുവാൻ ഗാനമായി ദൈവം സഹായിച്ചനാൽ അങ്ങേ എല്ലാ ശുശ്രൂഷയ്ക്കായി എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞേക്കണമേ. തിരുക്കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, അതേ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം കർത്താവ് ഇന്ന് പൽക്കാലം വചനം സൂക്ഷിച്ച ഞങ്ങളുടെ ദാസിയുടെ മേലും കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ ദൈവാസന്മാരുടെ മേലും ഈ മിനിസ്റ്ററുടെ മേലും അവിടുത്തെ വലിയ സാന്നിധ്യം ക്രമിക്കും. ആമേൻ. ഇന്ന് പൽക്കാലം സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു.